ഏകദേശം 3 ആഴ്ചയോളമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സോനം വാങ്ചുക് എന്ന വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ നിരാഹാര സമരം നടത്തി വരികയായിരുന്നു. ശാരീരികാവസ്ഥയും വളരെ മോശമായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സമരത്തിന്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലുണ്ടായ ക്രമക്കേടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലെ ക്രമക്കേടുകൾ പരിഹരിക്കണം. പക്ഷേ ആവശ്യം അംഗീകരിക്കുക പോയിട്ട് സമരക്കാരുമായി ഒന്ന് സംവദിക്കാൻ പോലും മോദി സർക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ സോനം വാങ്ചുകിനെ അതിനാടകീയമായി ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? എന്താണ് അതിന് പിന്നിൽ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂൺ 28 മുതലാണ് സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും തുടർച്ചയായുള്ള ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നിരാഹാരം. ദിനങ്ങൾ ഓരോന്നും കടന്നുപോയി. ശാരീരികാവസ്ഥ മോശമായി കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ സർക്കാർ അതൊന്നും കണ്ടതായി പോലും നടിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ സോനം വാങ്ചുകിനെ ബലമായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വാങ്ചുകിനെ ആശുപത്രിയിലേക്ക് മാറ്റിയ ഈ സമയം അതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സമരത്തിനുള്ള ഐക്യദാർഢ്യം അറിയിച്ച് സമരപന്തലിലെത്തിയതിനു പിന്നാലെയാണ് ഡൽഹി പോലീസിന്റെ ഈ നീക്കം. ഇടതുപക്ഷ പാർട്ടികളും തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ശിവസേന, ഉദ്ധവ് വിഭാഗം എന്നീ പാർട്ടികൾക്ക് പുറമെ ബോളിവുഡ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ വാങ്ചുകിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ദേശീയ ശ്രദ്ധയിലേക്ക് സമരം എത്തുകയും വാങ്ചുക്കും കോക്രോച്ച് ജനതാ പാർട്ടിയും ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ആളുകൾ തിരിച്ചറിയുകയും ചെയ്ത ആ മൊമെന്റിലാണ് ഡൽഹി പോലീസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു നീക്കം നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണെങ്കിലും ഡൽഹി പോലീസിന്റെ നീക്കം അതിനാടകീയതകൾ നിറഞ്ഞതായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ ന്യൂഡൽഹിയിലെ എല്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും ശനിയാഴ്ച രാവിലെ സുരക്ഷാ ഡ്രിൽ നടക്കുമെന്ന സന്ദേശം നൽകി. ഒപ്പം SHOമാരോട് 10 പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം പുലർച്ചെ 3 മണിക്ക് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്താനും ആവശ്യപ്പെട്ടു. അങ്ങനെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് DCP സച്ചിൻ ശർമ്മ വാങ്ചുകിനെ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള പദ്ധതിയാണ് എന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. CJP നേതാവ് അഭിജിത് ദീപ്കയുടെ നീക്കത്തിനായി കാത്തിരിക്കണമെന്ന് 30 സെക്കൻഡിനുള്ളിൽ വാങ്ചുകിനെ നീക്കം ചെയ്യാനുമായിരുന്നു പദ്ധതി. അതിനായി ജന്തർ മന്ദറിലെ കേരള ഹൗസിന് സമീപം അവർ ഒരു ആംബുലൻസ് മുൻകൂട്ടി എത്തിച്ചിരുന്നു. രാവിലെ ഏകദേശം 6:30 അഭിജിത് ദീപ്കെ പുറത്തേക്ക് പോയപ്പോൾ പോലീസ് വാങ്ചുക് കിടക്കുന്ന വേദിയിലേക്ക് ഇരച്ചു കയറുകയും ഒരു വെളുത്ത കർട്ടൻ നിവർത്തിപ്പിടിച്ച് വാങ്ചുകിനെ എടുത്തുകൊണ്ടു പോവുകയുമായിരുന്നു. സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് നിലവിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡൽഹി പോലീസ് കമ്മീഷണറെ മാറ്റി പുതിയ ഉദ്യോഗസ്ഥനെ നിയമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഓപ്പറേഷൻ നടന്നത്. വാങ്ചുകിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനാലാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയാണെങ്കിൽ നില ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ സർക്കാർ എന്തുകൊണ്ട് ചർച്ചകൾക്ക് ഒരുങ്ങിയില്ല എന്നും വിമർശകർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രതിഷേധത്തിന് വ്യാപകമായ പൊതുജന പിന്തുണ ലഭിക്കാൻ തുടങ്ങിയതും രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുള്ള തിങ്കളാഴ്ചത്തെ പാർലമെന്റ് മാർച്ചുമാണ് നിലവിൽ ഇങ്ങനെയൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്.